നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഫജൻസ് റൂൾ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഫജൻസ് റൂളിൽ കാറ്റോണിൻ്റെ എന്ത് പ്രോപ്പർട്ടിയാണ് നമ്മൾ ചെക്ക് ചെയ്തിരുന്നത്? പോളറൈസേഷൻ പവറാണ് ചെക്ക് ചെയ്തിരുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിൽ ആനിയോണിൻ്റെ എന്ത് പ്രോപ്പർട്ടി ചെക്ക് ചെയ്യണം? ആനിയോണിൻ്റെ പോളറൈസിബിലിറ്റിയാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ പോളറൈസിബിലിറ്റി എന്താണ് പറഞ്ഞത്? പോളറൈസിബിലിറ്റി എന്ന് പറയുന്നത് ആനിയോണിൻ്റെ ഈ ഇലക്ട്രോൺസിനെ ഈ കാറ്റോണിൻ്റെ അടുത്തേക്ക് വെച്ച് കൊടുക്കാനുള്ള ആനിയോണിൻ്റെ കഴിവിനെയാണ് എന്തെന്ന് പറയുന്നത്? പോളറൈസിബിലിറ്റി. അപ്പോൾ ഇതറിയാത്തവർ എൻ്റെ ഫസ്റ്റ് ക്ലാസ് ഫജൻസ് റൂളിൻ്റെ ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ട്, പ്ലേ ലിസ്റ്റിലുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടതിന് ശേഷം മാത്രമാണ് ഈ ക്ലാസ് കാണേണ്ടുള്ളൂ കേട്ടോ. നമുക്കിപ്പോൾ പോളറൈസിബിലിറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ചെക്ക് ചെയ്യാനുള്ളത്. ഒന്നെന്ന് പറയുന്നത് സൈസ് ഓഫ് ദ ആനിയോണാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ സൈസും പോളറൈസബിലിറ്റി എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. അതെങ്ങനെയാണ്? സൈസ് എന്ന് പറയുന്നത് പോളറൈസബിലിറ്റീൻ്റെ നേരെ അനുപാതത്തിലാണ് പോളറൈസബിലിറ്റി. അപ്പോൾ സൈസ് കൂടുമ്പോൾ പോളറൈസബിലിറ്റി അവിടെ കൂടുതലായിരിക്കും. അല്ലെങ്കിൽ എന്താ പറയുക, പോളറൈസബിലിറ്റി കൂടിക്കഴിഞ്ഞാൽ സൈസ് കൂടുതലായിരിക്കും അല്ലേ? സൈസ് കൂടുമ്പോൾ പോളറൈസബിലിറ്റി അവിടെ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് രണ്ട് ആനിയോൺ വരയ്ക്കാം. ഒരെണ്ണം ചെറുതാണ്, സൈസ് ചെറുതാണ്, ന്യൂക്ലിയസ് ഉണ്ട്, അതിന് ചുറ്റും തന്നെ ഇലക്ട്രോൺസ് ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് വലുതായ ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രോൺസ് ഇവിടെ ചുറ്റിനുണ്ട്. അപ്പോൾ ഏതിനായിരിക്കും കൂടുതൽ പോളറൈസബിലിറ്റി? ഇവിടെ ഞാൻ പറഞ്ഞു സൈസ് കൂടുമ്പോൾ പോളറൈസബിലിറ്റി അവിടെ കൂടുതലായിരിക്കും എന്ന് പറഞ്ഞു. കാരണം എന്താ? കാരണം ഇവിടെ എന്ന് പറയുമ്പോൾ ഈ ന്യൂക്ലിയസിന് ഈ ഇലക്ട്രോൺസിൻ്റെ ഒരു അട്രാക്ഷൻ എന്താണ്? ഇവിടെ കൂടുതലായിരിക്കില്ല, അടുത്തായതുകൊണ്ട് തന്നെ ഈ ന്യൂക്ലിയസിൻ്റെ ചുറ്റിനും ന്യൂക്ലിയസിൻ്റെ ഇലക്ട്രോൺസ് അടുത്തായതുകൊണ്ട് തന്നെ അതിനൊരു അട്രാക്ഷൻ, അത് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ അട്രാക്ട് ചെയ്ത് പിടിച്ചിട്ടുണ്ടാകും, കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാകും. പക്ഷേ ഇവിടെ എങ്ങനെയാണ്? ഇവിടെ വലുതാവും തോറും ഇതിനുള്ള അട്രാക്ഷൻ കുറവാവില്ലേ? അപ്പോൾ എന്താണ്? ഇവിടെ ഇലക്ട്രോൺസ് ഇങ്ങനെ അട്രാക്ഷൻ ഇവിടെ കുറവായതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റും അല്ലെ? കാറ്റയോൺസിൽ ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ചിങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് സൈസ് കൂടുന്തോറും എന്താണ് പോളറൈസബിലിറ്റി ഇവിടെ കൂടുതലാണെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? കാറ്റയോൺ എന്ന് പറയുന്നത് പോളറൈസേഷൻ പവറുള്ള കാറ്റയോണിൻ്റെ അടുത്തേക്ക് ഈ ഇലക്ട്രോൺസിനെ വെച്ച് കൊടുക്കാനുള്ള കഴിവ് ആർക്ക് കൂടുതലായിരിക്കും? ആനിയോണിനും കൂടുതലായിരിക്കും. അതാണ് നമ്മൾ പോളറൈസബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സൈസ് കൂടുമ്പോൾ പോളറൈസബിലിറ്റി കൂടുന്നു. അപ്പോൾ നമ്മൾ കാറ്റയോണിൽ എന്തായിരുന്നു പറയുന്നത്? കാറ്റയോണിൽ എന്ന് പറയുമ്പോൾ സൈസ് കുറവാകുമ്പോൾ അല്ലേ, സൈസ് കുറയുമ്പോഴാണ് പോളറൈസേഷൻ പവർ അവിടെ കൂടുതൽ. ഇവിടെ എങ്ങനെയാണ്? സൈസ് കൂടുമ്പോഴാണ് പോളറൈസബിലിറ്റി കൂടുതൽ. ആനിയോണിൽ സൈസ് കൂടുമ്പോൾ, കാറ്റയോണിൽ സൈസ് കുറയുമ്പോഴാണ് കോവാലൻ ക്യാരക്ടർ കൂടുതലുള്ളത് കേട്ടോ. ഇനി നമുക്ക് രണ്ടാമതായി പറയുന്നത് എന്താണ്? ചാർജിനെ കുറിച്ചാണ്. ചാർജ് എന്ന് പറയുന്നതും പോളറൈസബിലിറ്റിയുടെ ഡയറക്റ്റ്ലി പ്രപ്പോർഷനാണ്. പോളറൈസബിലിറ്റിയുടെ ഡയറക്റ്റ്ലി പ്രപ്പോർഷണലാണ് ചാർജ് എന്ന് പറയുന്നതും. ചാർജ് അപ്പോൾ പോളറൈസബിലിറ്റി കൂടുതലായി കഴിഞ്ഞാൽ അതിനെന്ത് കൂടുതലായിരിക്കും എന്നാ പറയുക? കോവാലൻ്റ് ക്യാരക്ടർ കൂടുതലായിരിക്കും. അപ്പോൾ ചാർജ് ഏതിനാണോ കൂടുതലുള്ളത് അതിന് പോളറൈസബിലിറ്റി കൂടുതലായിരിക്കും. ഇപ്പോൾ ആനിയോണിലും കാറ്റയോണിലും പഠിച്ചിരിക്കുന്ന 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാറ്റയോണിൽ എന്താ പറയുന്നത്? സൈസ് അല്ലേ? സൈസ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ്ലി പ്രപ്പോർഷണലാണ്, ഇൻഡയറക്റ്റ്ലി പ്രപ്പോർഷണലാണെന്ന് പറഞ്ഞു. രണ്ടാമത് ചാർജിനെ കുറിച്ച് പറഞ്ഞു. മൂന്നാമത് എന്താണ്? സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷന് ചിലപ്പോൾ ഇങ്ങനെ എക്സാമ്പിൾ വെച്ച് ചോദിച്ചിരിക്കും. ഇതിന് തൊട്ട് മുന്നത്തെ ക്ലാസ് കണ്ടാൽ മതി. പിന്നെ ആനിയോണിൻ്റെ പോളറൈസബിലിറ്റി, സൈസ്, ചാർജ്, ഇത് രണ്ടും ഡയറക്റ്റ്ലി പ്രപ്പോർഷണലാണ് ആനിയോണിന്. നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത കാര്യങ്ങളൊക്കെ ഒന്ന് ഷോർട്ട് നോട്ടായിട്ട് പറഞ്ഞുതരാം. ഹൈ കോവാലൻ ക്യാരക്ടർ ഉള്ളത് ഏതിനാണ്? കാറ്റയോൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ പോളറൈസേഷൻ പവർ കൂടുതലാകുമ്പോഴാണ് അതിന് ഹൈ കോവാലൻ ക്യാരക്ടർ ഉണ്ടാവുക. അപ്പോൾ അതിനെന്തൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? സൈസ് കുറവാണെങ്കിൽ പോളറൈസേഷൻ പവർ കൂടും. അതുപോലെ ചാർജ് കൂടുതലാണെങ്കിൽ പോളറൈസേഷൻ പവർ കൂടും. പിന്നെ സൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ഭയങ്കര ഹൈയസ്റ്റ് കോവാലൻ്റ് ക്യാരക്ടർ ആയിരിക്കും അതിന്. അപ്പോൾ അതൊക്കെ അതിന് എക്സാമ്പിൾ CU+, AG+, AU+, Zn2+, CD2+, Hg2+, ഇതെല്ലാം സൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷനാണ്. ഈ കോൺഫിഗറേഷൻ ഉണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ കാര്യം ആവശ്യമില്ല. അപ്പോൾ പിന്നെ ആനിയോണിൽ എന്താ പറയുക? ആനിയോണിൽ പോളറൈസബിലിറ്റി കൂടുതലെങ്കിൽ എന്താണ്? സൈസ് കൂടുതലായിരിക്കണം. അതുപോലെ ചാർജ് കൂടുതലാണെങ്കിൽ പോളറൈസബിലിറ്റി അവിടെ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. അപ്പോൾ ഇതിൽ LiCl, KCl, NaCl ഇതിൽ ഏതിലാണ് കോവാലൻ ക്യാരക്ടർ കൂടുതലുള്ളതെന്നാണ് ചോദ്യം. കോവാലൻ ക്യാരക്ടർ കൂടുതലുള്ളത്. അപ്പോൾ നമ്മൾ ഞാൻ ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ ഇതിൽ എന്താണ്? Cl ഇതെല്ലാം ഒന്നാണ് അല്ലേ? അപ്പോൾ ആനിയോൺ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? സെയിം ആണ്, കാറ്റയോൺ ആണ്. അപ്പോൾ നമുക്ക് നോക്കണ്ടേ? അപ്പോൾ കാറ്റയോൺ ആയ L, Na, K ആണ് നമുക്കിവിടെ നോക്കേണ്ടത്, ചെക്ക് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ ഇതിന്
അപ്പോൾ ആനിയോൺ ഇവിടെ സെയിം ആണ്. അപ്പോൾ നമ്മൾ എന്താണ് നോക്കേണ്ടത്? കാറ്റിയോൺ ആണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ കാറ്റിയോൺ നോക്കണമെങ്കിൽ നമുക്ക് ഇവിടെ എന്താ പറയുക, പോളറൈസേഷൻ പവർ ഇവിടെ കൂടുതലാണെങ്കിൽ സൈസ് നോക്കിയാൽ മതി. സൈസ് നോക്കണമെങ്കിൽ സൈസ് കുറവുള്ളവർക്കാണ് എന്താ പോളറൈസേഷൻ പവർ കൂടുതൽ. അപ്പോൾ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, ഈ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം നമ്മുടെ എങ്ങനെയാണ് പീരീഡിൽ താഴേക്ക് പോകുന്നത് അല്ലേ? അപ്പോൾ ഗ്രൂപ്പല്ല, അപ്പോൾ ആൽക്കലി മെറ്റൽസിലെ താഴോട്ടുള്ള ആദ്യത്തെ 3 പേരാണ് ഈ ലിഥിയം, സോഡിയം, കാൽസ്യം, പൊട്ടാസ്യം എന്ന് പറയുന്നത്. അപ്പോൾ അവരെന്താണ്, ഇതിന് ഏറ്റവും കൂടുതൽ സൈസ് കുറവുള്ളത് ഇതിനായിരിക്കും സൈസ് കുറവുള്ളത്. അപ്പോൾ എന്താണ് പറയുക, ഇതിനായിരിക്കും കൂടുതൽ പോളറൈസേഷൻ പവർ ഉള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏതിനാണ് പോളറൈസേഷൻ കൂടുതലുള്ളത്? പോളറൈസേഷൻ പവർ കൂടുതലുള്ളത് ഇതിനാണ് LiCl-നാണ് പോളറൈസേഷൻ പവർ കൂടുതലുള്ളത്. ഇനി അടുത്തത് നമുക്ക് NaCl, NaBr, NaI ഇതിലേതിനാണ് കോവാലൻ ക്യാരക്ടർ കൂടുതലുള്ളത്? അപ്പോൾ ഇതിലെന്താ തന്നിരിക്കുന്നത്? ഇതിലേതാണ് കോമൺ ആയിട്ടുള്ളത്? ആണ് കോമൺ ആയിട്ടുള്ളത്. എന്ന് വെച്ചാൽ കാറ്റിയോൺ ഇവിടെ സെയിം ആണ് അല്ലേ? കാറ്റിയോൺ ഇവിടെ സെയിം ആണ്. കാറ്റിയോൺ ഇവിടെ സെയിം ആകുമ്പോൾ നമ്മൾ ഏതാണ് നോക്കേണ്ടത്? ആനിയോണിനെയാണ് നോക്കേണ്ടത്. ആനിയോണിൻ്റെ എന്താണ് നമുക്ക് നോക്കേണ്ടത്? പോളറൈസബിലിറ്റി ആണ് നോക്കേണ്ടത്. അപ്പോൾ ആനിയോണിൻ്റെ പോളറൈസബിലിറ്റി നോക്കണമെങ്കിൽ എന്താണ്? സൈസ് നോക്കണം. സൈസ് നോക്കുമ്പോൾ ക്ലോറിൻ, അതുപോലെ ബ്രോമിൻ, അതുപോലെ അയഡിൻ, ഇതല്ലേ ഈ ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ താഴേക്ക് പോകുന്നതായതുകൊണ്ട് ഏറ്റവും കൂടുതൽ സൈസ് കൂടുതൽ ഏതിനായിരിക്കും? ബ്രോമിൻ ആയിരിക്കും അല്ലേ? അയഡിൻ ആയിരിക്കും. അപ്പോൾ കോവാലൻ ക്യാരക്ടർ കൂടുതലുള്ളത് NaIക്കാണ്. NaBrനേക്കാൾ കൂടുതൽ കോവാലൻ ക്യാരക്ടർ കൂടുതലുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ വേറൊരു കാര്യം പറയേണ്ടത്, കോവാലൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രപ്പോർഷൻ ടു മെൽറ്റിംഗ് പോയിൻ്റ് ആണ്. അപ്പോൾ മെൽറ്റിംഗ് പോയിൻറ്റിൻ്റെ ഇത് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും നമുക്ക് എന്ത് കോവാലൻ ക്യാരക്ടർ അറിയാമെങ്കിൽ അത് കണ്ടുപിടിച്ചാൽ നമുക്ക് മെൽറ്റിംഗ് പോയിൻ്റ് നേരെ യൂണിവേഴ്സിറ്റി പ്രപ്പോർഷനാണെന്ന് പറയാമല്ലോ. അതുപോലെ തന്നെ കോവാലൻ ക്യാരക്ടർ ഈസ് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു സൊല്യൂബിലിറ്റി ഇൻ വാട്ടർ ആണ് കേട്ടോ. സൊല്യൂബിലിറ്റി ഇൻ വാട്ടർ ഇതും പഠിച്ചു വയ്ക്കണം. അപ്പോൾ കോവാലൻ ക്യാരക്ടർ ഈസ് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു solubility of water. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഞാൻ പറഞ്ഞു കോവാലൻ ക്യാരക്ടർ ഈസ് ഇൻഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മെൽറ്റിംഗ് പോയിന്റ് ആണ്. അപ്പോൾ ഇതിൽ ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്താ? BeCl2, MgCl2ൻ്റെ മെൽറ്റിംഗ് പോയിന്റ് ഇതിൽ ആർക്കാണ് കൂടുതലുള്ളത്? അപ്പോൾ മെൽറ്റിംഗ് പോയിന്റ് നമുക്ക് കാണാനറിയില്ല. നമുക്ക് എന്ത് കോവാലൻ ക്യാരക്ടർ കണ്ടുപിടിച്ചാൽ മതി. കോവാലൻ ക്യാരക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ എന്താണ്? ആനിയോൺ ഇവിടെ സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്തിൻ്റെ നോക്കിയാൽ മതി? കാറ്റിയോൺ നോക്കിയാൽ മതി. ഏതിൻ്റെ? ബെറിലിയത്തിൻ്റെയും Mgൻ്റെ നമുക്ക് കാറ്റിയോൺ എന്താണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ കാറ്റിയോൺ നോക്കണമെങ്കിൽ അതിൻ്റെ സൈസ് നോക്കാം. അപ്പോൾ ഇതിലെന്താണ് കാറ്റിയോണിൻ്റെ സൈസ് എന്ന് പറയുന്നത്, സൈസ് കുറയുമ്പോഴാണ് കോവാലൻ ക്യാരക്ടർ കൂടുതൽ. അപ്പോൾ ഈ ബിക്കാണോ Mgക്കാണോ ബെറിലിയത്തിനാണോ Mgക്കാണോ സൈസ് കുറവുള്ളത് ബെറിലിയത്തിനാണ്. അപ്പോൾ ഇതിനെന്താണ് കോവാലൻ ക്യാരക്ടർ കൂടുതലുള്ളത്? ഇതിനാണ് ബെറിലിയത്തിനാണ്. അപ്പോൾ ഇതിനാണ് കോവാലൻ ക്യാരക്ടർ കൂടുതലുള്ളത്. അപ്പോൾ കോവാലൻ ക്യാരക്ടർ കൂടുതലുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ്സ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മെൽറ്റിംഗ് പോയിന്റിലാണല്ലോ. അപ്പോൾ എന്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ മെൽറ്റിംഗ് പോയിന്റ് ഉള്ളത്? ഇതിനായിരിക്കും MgCl2നാണ് ഏറ്റവും കൂടുതൽ മെൽറ്റിംഗ് പോയിന്റ് ഉള്ളത്. അപ്പോൾ മനസ്സിലായില്ലേ? MgCl2നാണ് മെൽറ്റിംഗ് പോയിന്റ് കൂടുതലുള്ളത്. അപ്പോൾ ഇത്രയും എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഈ മെൽറ്റിംഗ് പോയിന്റ് എങ്ങനെ കാണും എന്നൊക്കെ പറഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കോവാലൻ ക്യാരക്ടർ ഈ ഫജൻസ് റൂൾ അറിയെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ പ്രോബ്ലംസിൻ്റെയൊക്കെ ആൻസർ കണ്ടുപിടിക്കാം. PSCയിൽ ഇങ്ങനെയൊക്കെ ചോദിക്കാം. ഇനി വരുന്ന എക്സാമിന് എന്തായാലും ഫിസിക്കൽ സയൻസ് ആയതുകൊണ്ട് തന്നെ HSAക്ക് കൂടുതലും കുറച്ചും കൂടി ഈസി മാത്രമല്ല, കുറച്ചും കൂടി ടഫായിട്ടുള്ള ടോപ്പിക്സും ചോദിക്കാവുന്നതാണ്. അതുകൊണ്ട് ഇത് മിസ് ചെയ്ത് കളയരുത് ഈ ക്ലാസ്. ഇനി അടുത്തൊരു ചോദ്യം, CaCl2, CaBr2 ഇതിൽ ഏതിനാണ് കൂടുതൽ മെൽറ്റിംഗ് പോയിന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ്. ഇതിലെന്താണ്? കാറ്റിയോൺ എന്ന് പറയുന്നത് സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് ഇത് നോക്കിയാൽ മതി, ആനിയോൺ നോക്കിയാൽ മതി. Cl2, Br2 ആണ് അല്ലേ? ക്ലോറിനും ബ്രോമിനും ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ സൈസ് കൂടുമ്പോൾ എന്ത് കൂടും? കോവാലൻ ക്യാരക്ടർ കൂടുതലായിരിക്കും എന്ന് പറഞ്ഞു അല്ലേ? സൈസ് കൂടുമ്പോൾ കോവാലൻ ക്യാരക്ടർ കൂടും. ക്ലോറിനാണോ ബ്രോമിനാണോ സൈസ് കൂടുതലുള്ളത്? അപ്പോൾ നമുക്കറിയാം ബ്രോമിനാണ് സൈസ് കൂടുതലെന്ന് വെച്ചാൽ ബ്രോമിൻ താഴോട്ട്, ക്ലോറിൻ കഴിഞ്ഞിട്ടാണ് ബ്രോമിൻ വരുന്നത് താഴെ ഗ്രൂപ്പിൽ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ബ്രോമിനാണ് സൈസ് കൂടുതൽ. സൈസ് കൂടുമ്പോൾ എന്താണ്? കോവാലൻ ക്യാരക്ടർ അവിടെ കൂടുതലായിരിക്കും. അപ്പോൾ സൈസ് കൂടുമ്പോൾ കോവാലൻ ക്യാരക്ടർ കൂടുതൽ. അപ്പോൾ ഏതിനാണ്? CaBr2ന് എന്ത് കൂടുതലാണ്? കോവാലൻ ക്യാരക്ടർ കൂടുതലാണ്. കോവാലൻ ക്യാരക്ടർ കൂടുമ്പോൾ ഇവിടെ എന്താണ്? മെൽറ്റിംഗ് പോയിന്റ് ഇവിടെ കുറയും. അപ്പോൾ ഏറ്റവും കൂടുതൽ മെൽറ്റിംഗ് പോയിന്റ് കൂടുതലുള്ളത് ആർക്കാണ്? CaCl2നാണ് ഏറ്റവും കൂടുതൽ മെൽറ്റിംഗ് പോയിന്റ് ഉള്ളത്. നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. NaCl അതുപോലെ CuCl. അപ്പോൾ ഇതിൽ ആനിയോൺ എന്താണ്? സെയിം ആയതുകൊണ്ട് നമുക്ക് Naയും Cuൻ്റെ കാര്യമാണ് നോക്കേണ്ടത്. Na and Cu. നമ്മൾ ഈ Cuൻ്റെ കാര്യത്തിൽ ഒരു കാര്യം പറയുന്നത് എന്താണ്? Cu എന്ന് പറയുന്നത് ഒരു C+ എന്ന് പറഞ്ഞാൽ നോക്കിയേ, നമുക്ക് PNGC നമ്മൾ പറഞ്ഞിരുന്നില്ല. Cu+ എന്ന് പറഞ്ഞാൽ സ്യൂഡോ നോബിൾ ഗ്യാസ് കൂടുതലുള്ളത് ഇതിനാണ്? Cuക്കാണെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ കോവാലൻ ക്യാരക്ടർ ഇവിടെ ഏറ്റവും highest ആയിരിക്കുന്നത് Cuനായിരിക്കും. അപ്പോൾ CuCl എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കോവാലൻ ക്യാരക്ടർ ഉള്ളതായിരിക്കും. അങ്ങനെയാണെങ്കിൽ കോവാലൻ ക്യാരക്ടർ ഇവിടെ കൂടുതലാണെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് എന്തായിരിക്കും? ഇവിടെ കുറവായിരിക്കും അല്ലേ? മെൽറ്റിംഗ് പോയിന്റ് കുറവാകുമ്പോൾ ഏതിനായിരിക്കും കൂടുതൽ? NaClനായിരിക്കും മെൽറ്റിംഗ് പോയിന്റ് കൂടുതലുള്ളത്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ സൊല്യൂബിലിറ്റിയും കാണാം. സൊല്യൂബിലിറ്റി കാണാൻ വേണ്ടിയിട്ട് FeOH ത്രൈസ് കൊടുത്തിട്ടുണ്ട്, FeOH ട്വൈസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇതിൽ
ഇതിൽ Fe എന്ന് പറയുന്നത് 3+ അയോണും ഇതിൽ അതുപോലെ Fe ട്വൈസിൽ ഏതാണ് Fe 2+ അയോണാണ് ഉള്ളത്. സെയിം ആളുകളാണ് ഇവിടെ ഉള്ളത് അല്ലേ, രണ്ടിലും സെയിം ആണുള്ളത്. അപ്പോൾ നമുക്കറിയാം ചാർജ് ഇവിടെ ഇതിലെ കൂടുതൽ. ചാർജ് കൂടിക്കഴിഞ്ഞാൽ പോളറൈസേഷൻ പവർ ഓഫ് കാറ്റിയോൺ എന്ന് പറയുന്നത് എന്തായിരിക്കും, കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, കാറ്റിയോൺ. അപ്പോൾ ആ ചാർജ് കൂടുന്തോറും എന്താണ് പോളറൈസേഷൻ പവർ കൂടുക. അപ്പോൾ ഇതിൽ ഏതിനാണ് പോളറൈസേഷൻ പവർ കൂടുതലുള്ളത്, FeOH ത്രൈസിനാണ് എന്തുള്ളത് പോളറൈസേഷൻ പവർ, അല്ലെങ്കിൽ പോളറൈസേഷൻ പവർ കോവാലൻ ക്യാരക്ടർ കൂടുതലുള്ളത്. കോവാലൻ ക്യാരക്ടർ കൂടുതലായാൽ എന്താണ് സൊല്യൂബിലിറ്റി നേരെ ഇൻവേഴ്സ്ലി പ്രപ്പോർഷനാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏതിനാണ് സൊല്യൂബിലിറ്റി കൂടുതലുള്ളത്, FeOH ട്വൈസിനാണ് എന്ത് കൂടുതൽ സൊല്യൂബിലിറ്റി കൂടുതലുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫജൻസ് റൂൾ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് ക്ലാസ് കണ്ടാൽ മാത്രം പോരെ, ഇതൊന്ന് എഴുതിയെടുത്തിട്ട് ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഒന്നെടുത്ത് വായിക്കണം. റിവിഷൻ ചെയ്താൽ മാത്രമേ നമുക്കിതൊക്കെ ഓർമ്മയിൽ നിൽക്കുള്ളൂ. അപ്പോൾ താങ്ക് യു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ടോപ്പിക്സ് നോക്കാം.